ഈശോയിൽ പ്രിയമുള്ളവരെ, അബ്യൂസുകൾ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ അബ്യൂസുകൾ. ഇത് ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, മെൻ്റൽ അബ്യൂസ് ഉണ്ട്. ഇത് രണ്ടും നമ്മളെ മനസ്സിനെ ബാധിക്കും. അതായത് നമ്മൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടാലും ശരീരത്തിനേക്കാളും കൂടുതൽ അത് നമ്മളെ ഉപദ്രവിക്കുക നമ്മളെ മെൻ്റൽ തലത്തിലാണ്, മനസ്സിൻ്റെ തലത്തിലാണ്. അപ്പോൾ ഒരു മെൻ്റൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് അബ്യൂസ് ചെയ്യുക, നമ്മളെ പറ്റിക്കുക, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക, നമ്മളെ ചൂഷണം ചെയ്യുക, നമ്മുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം സത്യമാണ് പക്ഷെ നുണയാണെന്ന്, അത് സത്യമല്ലെന്ന് പറഞ്ഞ് പറ്റിക്കുക, പലതരത്തിൽ നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ടോക്സിക് ആയ ആളുകൾ ഉണ്ടാവുക, അങ്ങനെ പലതരത്തിൽ നമ്മൾ മെൻ്റലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് തന്നെ കുറവാണല്ലേ. എനിക്കാണെങ്കിലും മെൻ്റൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതൊരു വൈഡ് ടോപ്പിക് ആയിരിക്കാം. സെക്ഷൽ അബ്യൂസ് നിങ്ങൾക്ക് അറിയാം. അപ്പം സെക്ഷൽ അബ്യൂസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വചനം തരാം. യശപ്രവാചൻ്റെ പുസ്തകം 52-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ. സെക്ഷൽ അബ്യൂസിലൂടെ കടന്നുപോയ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ വചനം നിങ്ങളെ ഒരുപാട് ഹീൽ ചെയ്യുന്ന ഒരു വചന ഭാഗമാണ്. പീഡിപ്പിക്കപ്പെട്ടു, മോശമായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയി, മനസ്സുലഞ്ഞു, ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഏത് തരത്തിലാണ് ബാധിക്കാത്ത ഞാൻ പറഞ്ഞു തരാം. ആശ്വാസം ലഭിച്ചില്ല, കൃത്യമായിട്ട് അതിന് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ടൊരു ഒരു സ്ട്രഗിളുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. സോ സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ വ്യാപ്തിയെ നിശ്ചയിക്കുന്നത്, അതിൻ്റെ ഡെപ്ത് തീരുമാനിക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതുണ്ടായപ്പം നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാ, സെൻസിറ്റീവ് ആണോ, നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഇമോഷൻസ് കൂടിയ ഒരാളാണോ, അങ്ങനെ പല കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രയറ്റുകൾ ഇതിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അതനുസരിച്ചിട്ടാണ് ഇത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ആരിൽ നിന്നും ഉണ്ടായി എന്നുള്ളത്, ഇതാരാ നിങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തത്, കംപ്ലീറ്റ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണോ അതോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണോ, ഇത് എത്ര തവണ ഇങ്ങനത്തെ ലൈഫിൽ ഇങ്ങനത്തെ എത്ര തവണ ഈ മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത്, പിന്നെ അത് ട്രസ്റ്റ് ചെയ്ത ഒരാളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം ഈ വാല്യൂസ്, നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന വാല്യൂസൊക്കെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോയൊരു സിറ്റുവേഷൻ ഉണ്ടോ. പിന്നെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നു. എപ്പോൾ സംഭവിച്ചാലും ശരി, ഇതൊരു മെൻ്റൽ ഷോക്ക് പോലെ വർക്ക് ചെയ്യാം. അതായത് നമുക്ക് പെട്ടെന്ന് എന്തോ ഒന്നും സംഭവിച്ച പോലെ നമ്മുടെ മൈൻഡിന് അത് മനസ്സിലാവാൻ തന്നെ കുറേ സമയം എടുക്കുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാം. ഇനി ഇത് ചൈൽഡ്ഹുഡിലാണ് സംഭവിച്ചതെങ്കിൽ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ടീനേജിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് അത് അബ്യൂസ് ആയിരുന്നെന്ന്. അപ്പം അതുവരെ നമ്മളെ മാനസികമായിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവില്ല, കാരണം നമുക്ക് റിയലൈസേഷൻ ഇല്ല. പക്ഷെ നമുക്കൊരു പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് അത് അബ്യൂസ് ആയിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അപ്പം അതിലൊരു ഡ്രോമ സ്റ്റാർട്ട് ചെയ്യും. നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ അത് ഒരു ഡ്രോമ പോലെ, ഒരു മാനസിക ബുദ്ധിമുട്ട് പോലെ എപ്പോൾ അത് റിയലൈസ്ഡ് ആവണോ, തിരിച്ചറിയണോ, അപ്പം അതിലത് സ്റ്റാർട്ട് ചെയ്യും. ഇത് കൃത്യമായിട്ട് ഹീൽ ചെയ്യപ്പെട്ടില്ല എങ്കിൽ, ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു അനുഭവമാണെങ്കിൽ തന്നെയും നിങ്ങൾ അത് എത്ര 50 വയസ്സായാലും നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും നിങ്ങളുടെ വലിയ പ്രായമായാലും ഇതെല്ലാം നമ്മളെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ക്യാരക്ടറിൽ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേച്ചി വിവാഹ ദിവസം രാത്രി ഭർത്താവ് റൂമിലോട്ട് വന്നപ്പോൾ പേടിച്ച് ഒരു കുട്ടി കരഞ്ഞു. അപ്പോൾ കാരണം തിരക്കിയപ്പോൾ ചൈൽഡ്ഹുഡിലുണ്ടായ ഒരു അബ്യൂസാണ്, അതിൻ്റെ പേടി, ആണുങ്ങളോടുള്ള പേടി. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ ഈ പുരുഷന്മാരെ മുഴുവൻ പേടിക്കാൻ തുടങ്ങും. അപ്പം എല്ലാ പുരുഷന്മാരോടും ഒരു അകൽച്ച തോന്നും. നമ്മൾ ആ വ്യക്തി, പിന്നെ അത് നമ്മുടെ ഫാമിലി മെമ്പർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണോ എന്നൊന്നും തോന്നില്ല. ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, ആണുങ്ങളുടെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും ഒരു ചെറിയ ട്രസ്റ്റ് ഇഷ്യൂ മെയിൽ ജെൻഡറുമായിട്ട് പെൺകുട്ടികൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് അവർക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഉപദ്രവിക്കും എന്നുള്ളൊരു പേടിയുണ്ടാവും. പിന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു സർവൈവൽ മോഡിലായിട്ട് നമ്മുടെ മൈൻഡ് പോകും. അതായത് നമുക്ക് നമ്മളെ തോന്നും ഇനിയും ഞാനിത് ഉപദ്രവിക്കപ്പെടാം, അതുകൊണ്ട് എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ നമ്മുടെ മൈൻഡ് എപ്പോഴും സർവൈവ് ചെയ്യണം. അതായത് ജീവിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്ത് ജീവിക്കത്തില്ല. നമ്മൾ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, ഭംഗിയുള്ള ഇലകളുണ്ട്, അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ അബ്യൂസ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അവിടെ അവരുണ്ട്, ഇവരുണ്ട്, ആൾക്കൂട്ടമുണ്ട്, ഞാൻ അതിലെ പോയി ഉപദ്രവിക്കപ്പെടുമോ, ഇല്ലെങ്കിൽ ഇനി ഉണ്ടായ അനുഭവം ഉണ്ടാവോ, എനിക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് ഇതുണ്ടാവോ, എൻ്റെ സഹോദരങ്ങൾക്ക് ഇതുണ്ടാവോ, എനിക്കിതുണ്ടായി ഇനി ഞാൻ എന്ത് ചെയ്യും, എന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ പേടിച്ച് ജീവിക്കും. അപ്പം ഇനി അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഹൈഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങും. അത് ആൾക്കൂട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും,
പിന്നെ ഓൾറെഡി ആങ്സൈറ്റി വേറെ ഉണ്ടാവും. പിന്നെ ഈ മെയിൽ ജെൻഡറായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ളവരായിട്ട് തന്നെ നമുക്കൊരു അകലം ഉണ്ടാവും. നമുക്ക് റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ സിമിലിയർ സിറ്റുവേഷൻ, അതായത് നമുക്കൊരു അനുഭവം ഉണ്ടായി അതുപോലെയുള്ള സിമിലിയർ സിറ്റുവേഷൻ, മദ്യപിച്ച ഒരാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ, ഇനി മദ്യപിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു ട്രിഗർ ആവും. ഇങ്ങനെ ആ സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും. അപ്പം നിങ്ങൾ പിന്നെയും പേടിക്കാൻ തുടങ്ങും. അപ്പം ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഒരു ഹീലിംഗ് ആവശ്യമുള്ള ഒരു മേഖലയാണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. അതിന് സൈക്കോളജി കൗൺസിലിങ്ങും തെറാപ്പികളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും നമ്മുടെ വില്ലേജുകൾ ആണെങ്കിലും സിറ്റികളാണെങ്കിലും സിറ്റികളിൽ എങ്ങനെയാണെങ്കിലും ഇത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുക അല്ലേ. ഇത് ഉണ്ടാവുന്ന പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുക എന്ന് പറയുന്നത് റേപ്പ് ചെയ്യപ്പെടുന്ന പോലെ, അതായത് ഭയങ്കരമായിട്ട് നിങ്ങളെ സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു 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 അനുഭവത്തിലൂടെ കടന്നുപോയി നിങ്ങൾ ഫിസിക്കലി നമ്മളെ ഉപദ്രവിക്കപ്പെട്ടു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസുകൾ മാത്രം, അത് മാത്രം പുറത്ത് വരുന്നത്, ന്യൂസിലൊക്കെ വരുന്നത് അല്ലേ. പക്ഷെ നമ്മളെ ഒരു ബാഡ് ടച്ച്, ഒരു മോശം ലക്ഷ്യത്തോടു കൂടെ ഒരാൾ നിങ്ങളെ ടച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് അബ്യൂസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം അത് തന്നെ ചൂഷണം ചെയ്യാന്നാണ്. എന്നെ ഉപദ്രവിച്ചതാ, അതെന്നെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തെ തൊട്ടതാ. ആ ഒരു തിരിച്ചറിവ് തന്നെ നമ്മളെ ഒരു അബ്യൂസ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. സോ ഒരു ബാഡ് ടച്ച്, പിന്നെ നഗ്നതാ പ്രദർശനം എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ, അതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനെല്ലാം നമ്മൾ തെറാപ്പിക്കും സൈക്കോളജി കൗൺസിലിങ്ങിനും പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങൾക്ക് മനസ്സിനത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി എപ്പോഴും എല്ലാവർക്കും ഓക്കെ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ലസ്റ്റ് നിറഞ്ഞ മനുഷ്യന്മാരുണ്ടാവുന്നത്. അപ്പോൾ അതിൽ പോണോഗ്രാഫിക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. പിന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ജനറ്റിക്സ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരിലുണ്ടാകുന്ന സെക്ഷൽ ഇമോഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത് നമുക്ക് അവരെ നന്നാക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വില്ലന്മാരെ നന്നാക്കാൻ പറ്റത്തില്ല. വിക്ടിമിന് അതായത് ഉപദ്രവിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആ മൊമെൻറ്റിൽ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ദൈവം എന്താണ് തടഞ്ഞില്ല എന്ന് ചോദിക്കും. മനുഷ്യന് ദൈവം നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാർ അതിനെ തിന്മ ചെയ്യാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദൈവം ഹെൽപ്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ, ദൈവം ഹെൽപ്ലെസ് ആണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തടയാനൊന്നും പോകുന്നില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ മനുഷ്യന് ദൈവം ഓൾറെഡി അങ്ങനെ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞു. അതവൻ മിസ്യൂസ് ചെയ്തതാണ്. അതിനകത്ത് ദൈവത്തിനൊരു പങ്കില്ല. പിന്നെ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്, അനുഭവം ഉണ്ടായി കഴിഞ്ഞത് നിങ്ങളെ മോശമായിട്ട് പെരുമാറിയ വ്യക്തികൾക്ക് അവരുടേതായ കർമ്മം ഫലമൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ ഹീൽ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. സോ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ അനുഭവത്തിനെ പിടിച്ചിരിക്കരുത്. നമ്മൾ നടന്നു പോകുമ്പോൾ കാലിലൊരു മുള്ള് കയറിയെങ്കിൽ നമ്മൾ ആ മുള്ളും വെച്ചിട്ട് വർഷങ്ങളോളം നടക്കില്ല അല്ലേ. അപ്പം തന്നെ അത് പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ട മരുന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു അബ്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം ഹെൽപ്ലെസ് ആയിപ്പോയ ഒരു മൊമെൻ്റ് ആണത്. ദൈവം കരഞ്ഞിട്ടുണ്ട്. ഈശോ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, എനിക്കൊരു വിഷനുള്ളത്, ഈശോ ഇങ്ങനെ ഒരു മരിച്ച വീട്ടിലൊരു വളരെ നിസ്സഹായമായ ശരീരമൊക്കെ, നമ്മൾ ഒരുപാട് സങ്കടപ്പെടുമ്പോൾ ശരീരമൊക്കെ ഇങ്ങനെ വളഞ്ഞു പോവില്ലേ, അതുപോലെ ഭയങ്കര പെയിനോട് കൂടെ വാപൊത്തി നിന്ന് ആ ചുവന്ന മേലെങ്കിൽ വാപൊത്തി പിടിച്ച് ഈശോ വല്ലാതെ കരയുന്ന പോലെയാണ് എനിക്കൊരു വിഷൻ ഉണ്ടായത്. അത് ഈ കുഞ്ഞു കുട്ടികളൊക്കെ അബ്യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കർത്താവ് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈശോ. അപ്പോൾ നിങ്ങൾ മുറിയപ്പെട്ടപ്പോൾ, നിങ്ങൾക്കൊരു അബ്യൂസ് ഉണ്ടായപ്പോൾ ഈശോ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ വിഷമിച്ചിട്ടുണ്ട്, നിങ്ങളെ കരഞ്ഞിട്ടുണ്ട്. ഈശോ അപ്പോഴും ആ കുരിശുമരണത്തിൻ്റെ വേദന വീണ്ടും അവൻ്റെ ഹൃദയത്തിൽ ചുമന്നിട്ടുണ്ട്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നില്ലേ. അപ്പം ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഈശോയ്ക്ക് എങ്ങനെ അത് താങ്ങാൻ പറ്റുക. പക്ഷെ ആ തിന്മയുടെ ശക്തി അവിടെ അന്ന് വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അടുത്ത സെക്കൻഡ് മുതൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ സുഖപ്പെടുത്തണം, നിന്നെ സൗഖ്യപ്പെടുത്തണം, നീ പെയിനുമായിട്ട് കൊണ്ട് നടക്കരുത്, ഇത് നിന്നെ ബാധിക്കും എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മറുതലിക്കാതെ വിട്ടുകൊടുക്കുക. നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. തിന്മ ജയിച്ച ഒരു മൊമെൻറ്റിന് നമുക്കിത് ചെയ്യാൻ പറ്റും. ഈശോ കുരിശ് തറയ്ക്കപ്പെടണം എന്നുള്ളത് ഒരു വിധിയായിരുന്നു. പക്ഷെ
അതിനുശേഷം ഉയർക്കണം എന്നുള്ളത് ഈശോയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പം അതിനെ അങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അതായത് അതുണ്ടായി, അത് നമ്മുടെ മൈൻഡിലുണ്ട്, പക്ഷെ അതങ്ങ് നമ്മളതിനെ സീരിയസ് ആയി എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ 2017 ഞാൻ ധ്യാനം കൂടുന്ന സമയത്ത് 10 വർഷം മുൻപ് എനിക്കുണ്ടായ ഒരു ബാഡ് ടച്ച് എക്സ്പീരിയൻസിനെ കുറിച്ച് 25-ാമത്തെ വയസ്സിൽ, അതായത് 15-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായത്, 25-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടുമ്പോൾ ദൈവം എന്നെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ടല്ലേ. അപ്പോഴാണ് ഞാൻ റീകളക്ട് ചെയ്യുന്നത്, ശരിയാണല്ലോ, ഇതുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കുറഞ്ഞ ആളും, എനിക്ക് ഒത്തിരി പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഒക്കെ എനിക്ക് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതാണ് കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചത്, ഇങ്ങനൊരു മുറിവ് നിൻ്റെ മനസ്സിലുണ്ട്, അതിന് സൗഖ്യം കിട്ടണം എങ്കിൽ മനസ്സിൽ സൗഖ്യം കിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അത് കർത്താവ് പറഞ്ഞത് ശരി തന്നെയായിരുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു സൗഖ്യം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും. ഇപ്പോൾ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നതിന് പുറകിൽ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനൊരു ഹീലിംഗ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ തിരക്ക് കൂട്ടുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ ജീവിതം ഇങ്ങനെ നരകിച്ച് ദുഃഖിച്ച് ജീവിക്കണമെന്നല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് സൗഖ്യം നേടിയിട്ട് ബാക്കിയുള്ള ജീവിതം അവൾ മനോഹരമായിട്ട് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ സൗഖ്യത്തിനൊരു സമയമുണ്ട്. അത് ദൈവം തരാഞ്ഞിട്ടായിരിക്കുകയല്ല, നമ്മളൊരു എഴുതി വയ്ക്കപ്പെട്ടതുപോലെ സംഭവിക്കുന്നു എന്ന് പറയാമല്ലോ. 3 ദിവസം കഴിഞ്ഞല്ലേ ഉയർത്തുള്ളൂ. അപ്പോൾ ആ 3 ദിവസത്തെ ഒരു ഡ്യൂറേഷൻ അവിടെ പിറ്റേ ദിവസം തന്നെ ഉയർത്തില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ഹീലിങ്ങിന് ഒരു പ്രോസസ്സുണ്ട്, അതിനൊരു ടൈമിംഗ് ഉണ്ട്. പക്ഷെ ദൈവം എപ്പോഴും സന്നദ്ധനാണ്. ദൈവം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരുപാട് ആ ഒരു പ്രോസസ്സിൽ ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സൗഖ്യം ദൈവം തരും. അതിനോട് നിങ്ങൾ സഹകരിക്കണം, മറുതലിക്കരുത്. പിന്നെ എനിക്കെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നായിരിക്കും അടുത്തൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്താ പറയുക, എൻ്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ്: ഒരു കൂട്ടം മനുഷ്യന്മാർക്ക് വേണ്ടി ഒരാൾ ക്രൂശിക്കപ്പെട്ടു. അപ്പം ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഒരിക്കൽ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പം ഞാൻ എന്തുകൊണ്ട് അനുഭവത്തിലൂടെ കടന്നുപോയി, ഒരിക്കൽ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൂടെയൊക്കെ കടന്നുപോയി. പിന്നെ എന്നെ സൃഷ്ടിച്ച അപ്പൻ എന്നെ ചിലതിലൂടെയൊക്കെ കടത്തിപ്പോകാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ അപ്പൻ്റെ തീരുമാനമാണത്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ തീരുമാനമാണ് എനിക്ക് ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പം എന്നോട് നിങ്ങൾ ഏതുതരം അബ്യൂസിനെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങോട്ട് പറയാതെ തന്നെ നിങ്ങൾ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. അപ്പോൾ അത് മനസ്സിലാകുന്ന ഒരാളാക്കി എന്നെ മാറ്റാൻ വേണ്ടി ദൈവം എന്നെ ആദ്യം കുറച്ച് സഹനങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയതായിരിക്കാം. അതുപോലെ നിങ്ങൾക്കും ഒരു വിളിയുണ്ടാകും, ഒരു കോൾ ഉണ്ടാവും. നിങ്ങളൊരു പക്ഷേ ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിച്ചു മരിക്കേണ്ട ആളല്ല. അങ്ങനെയുള്ളവർക്കല്ല ദൈവം കൂടുതൽ സഹനം കൊടുക്കാം. ദൈവം നിങ്ങൾ ഒരുപാട് സഹനത്തിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേർക്ക് രക്ഷയാകേണ്ട ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി തിരിച്ച് കുറേ പേരെ രക്ഷിക്കണം എന്നല്ല പറയുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും, ഒരു മനോഹരമായിട്ടുള്ളൊരു പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ട്. ആ പദ്ധതിയിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാം. ആ മനോഹരമായ പദ്ധതിയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ചില തീച്ചുള അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ട് പോയി. സ്വർണം ഉരുക്കി എടുക്കുന്നത് പോലെ പിന്നീട് നിങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യന്മാർക്ക് വേണ്ടി ക്രിസ്തു വേദന സഹിച്ചതുപോലെ നിങ്ങളുടെ വേദനയും സഹനവും ഒന്നും വെറുതെ ആകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരുപാട് ജനത്തെ മുഴുവനും രക്ഷിക്കാനൊന്നും പറ്റണമെന്നൊന്നുമില്ല. നിങ്ങൾ നാളെ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിലെ എന്തെങ്കിലും സിറ്റുവേഷന് വേണ്ടിയായിരിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ ഈ സഹനത്തിന് പുറകിൽ അത് നന്മയാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തി ദൈവം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് മനോഹരമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്.